ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾക്ക് കുടുംബശ്രീൻ്റെ ലോഗോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഏതായാലും പുറത്തിറങ്ങിയല്ല, അപ്പോൾ കർക്കിടക മാസം കൂടിയല്ല, അപ്പം ഒരു 10 ദേശപുഷ്പങ്ങൾ പറിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴാട്ടോ മുക്കുറ്റി കണ്ടത്. ഒരുപാട് മുക്കുറ്റിൻ്റെ അവിടെ. അങ്ങനെ അതിന് 2-3 നുള്ളി. പിന്നെ ഇതാണ് വിഷ്ണുക്രാന്തി എന്നൊക്കെ പറയണത്. പക്ഷെ ഇതല്ല കേട്ടോ ഒറിജിനൽ. എൻ്റെ വിചാരം അതാണ് ഒറിജിനൽ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷെ അതല്ല. അങ്ങനെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് പൂവാങ്കുറുനില കണ്ടത്. അങ്ങനെ 2-3 പൂവാങ്കുറുനില നുള്ളിയെടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറുള ഉണ്ടായിരുന്നു. ചെറുളയ്ക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ചെറുളയെ 2-3 നുള്ളിയെടുത്തു. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ആയില്ലല്ലോ, ബാക്കിയുള്ള തിരഞ്ഞ് നടക്കുമ്പോഴാട്ടോ ഞങ്ങൾക്ക് ഉഴിഞ്ഞ കണ്ടത്. അങ്ങനെ ഉഴിഞ്ഞ് 2-3 പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 കൊണ്ടൊന്നും ആവില്ലല്ലോ, ഇനിയും ബാക്കി സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരഞ്ഞ് നടക്കുക കേട്ടോ. അപ്പോഴാണ് ഒരു വീടിൻ്റെ മുന്നിൽ മുയൽച്ചെവി കണ്ടത്. അങ്ങനെ അതും 2-3 നുള്ളിയെടുത്ത് ഞങ്ങളിങ്ങനെ തിരിച്ച് നടക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് മുയൽച്ചെവി കാണാൻ. അങ്ങനെ പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാട്ടോ ഒരു വീടിൻ്റെ മതിലിലേക്ക് ഞങ്ങൾ നിലമ്പന കണ്ടത്. അപ്പോൾ അതും 2-3 എടുത്തിട്ടുണ്ട്. ആ മൂലക്കലുള്ള 3 എടുത്ത് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് 6 കിട്ടിയിട്ടുണ്ട്. 6 കൊണ്ട് ഒന്നും അതിൽ ഇനിയൊരു 4 കൂടി വേണം. അത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പറിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ കറുകപ്പുല്ല് പറിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇതാണ് വിഷ്ണുക്രാന്തി. ഇതാണ് കേട്ടോ ഒറിജിനൽ. അങ്ങനെ വിഷ്ണുക്രാന്തി, പിന്നെ തിരുതാളി കിട്ടീനി, കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യൂന്നി, അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി 10 ദേശപുഷ്പങ്ങൾ കണ്ടാലോ. കഞ്ഞുണ്ണി, കറുക, വിഷ്ണുക്രാന്തി, മുയൽച്ചെവി, ചെറുള, മുക്കുറ്റി, പൂവാങ്കുറുന്നൽ, നിലമ്പന, ഉഴിഞ്ഞ